मतलबी हो जा जरा मतलबी दुनिया की सुनता है क्यों खुद की भी सुन ले कभी मतलबी हो जा जरा ഇതൊരു നടക്കി പോണ ലക്ഷണില്ല ഞാൻ All the dreams like twinkle stars, the twinkle stars like glowing gems. Hey guys, welcome back to my channel. അപ്പം today's vlog is super special. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി എന്നെ മീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോസാണ്. ഐ വാസ് ലിറ്ററലി സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ഓരോ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എനിവേ ഞാൻ ഓരോ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. ആ ട്രാഫിക്കിൽ നിന്നിട്ട് കഴിഞ്ഞ് കിട്ടാൻ നല്ല പണി പെട്ടിരിക്കണം. ആൻഡ് ഓരോ മീറ്റായി ഓരോ പോയി പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ലുലു മോളിലായിരുന്നു. ലുലു മോളിൽ വന്നതും ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് ലൈക്ക് അവിടുത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക കളിക്കാന്നുള്ളതായിരുന്നു. പിന്നെ നല്ല രീതിക്ക് വിശന്നപ്പോൾ വിചാരിച്ചിരുന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗെയിംസ് കളിക്കാമെന്ന്. അങ്ങനെ വേഗം പോയിട്ട് പോയിട്ട് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു. പിന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ കാർ സ്റ്റിമുലേറ്ററിലൊക്കെ ഗെയിംസ് കളിക്കുന്നത്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സൂപ്പർ ഫൺ. നല്ല ഫൺ ഇനി നല്ല രീതിക്ക് ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. and അത് കഴിഞ്ഞിട്ട് തന്നെ സൂംബിനെ കൊല്ലുക അങ്ങനത്തെ ഒരു ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിൻലി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചിയായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഗെയിംസൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. ബിക്കോസ് നമ്മളെ കൂടെ മൂപ്പത്തേരുണ്ടായിരുന്നു ഓരോ ഗെയിംസും കളിക്കാൻ വേണ്ടിയിട്ട്. കുറേ ഫണ്ണി മൊമെൻ്റ് ഉണ്ടായിരുന്നു, കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ട്രൈങ് ഓൾ ദ ഗെയിംസ്. അങ്ങനെ മാക്സിമം അവിടുത്തെ എല്ലാ ഗെയിംസും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങാന്നുള്ളൊരു ലെവലിലെത്തി. അപ്പം നമ്മൾ പോകുന്ന നേരത്തെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇനിയുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പ്ലാനറ്റോറിയം ആണ്. അപ്പം നമ്മൾ പ്ലാനറ്റോറിയത്തേക്ക് നേരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതും ഫസ്റ്റ് നമ്മൾ കയറി നോക്കിയത് അവിടുത്തെ അക്വേറിയത്തിലായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കളർഫുള്ളായിട്ടുള്ള ഫിഷസ്, ചെറുതുണ്ട് വലുതുണ്ട്. ഇറ്റ് വാസ് റിയലി പീസ്ഫുൾ, നല്ല പീസ്ഫുൾ ആയിരുന്നു. കാണുമ്പോൾ തന്നെ എന്തോ ഒരു സമാധാനം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് അതിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഫുൾ കളർഫുൾ ആയിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ സയൻസ് ആൻഡ് ഫിസിക്സ് സെക്ഷനിലേക്ക് പോയിട്ടോ. ലൈക്ക് ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ലൈക്ക് ഇറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് തന്നെ പറയാം. അതിൽ കുറേ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ കൈ വെച്ചാൽ ഉള്ളിലേക്ക് പോകും, അതേപോലെ മോൾഡായിട്ട് വരും. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇതാണ് കേട്ടോ. ഇത് ഫുൾ ആണിയാണ് ഗൈസ്. ഈ ആണി ഇങ്ങനെ വെട്ടിച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് പെയിനൊന്നും ഉണ്ടാവില്ല. ലൈക്ക് എന്തോ ഒരു ഫിസിക്സാണ്. പഠിപ്പികൾക്കൊക്കെ മനസ്സിലാവുണ്ടാവും. എനിക്കെന്തായാലും മനസ്സിലായിട്ടില്ല. മൊത്തത്തിലൊരു പഠിപ്പികൾക്ക് കയറാൻ പറ്റിയൊരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഫുൾ ഓഫ് മിററാണ്. ഒരു മിറർ മെയ്സ് തന്നെയാണ്. വലിയ മിറേഴ്സ്, ചെറിയ മിറേഴ്സ്, ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേ മിറേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു മിറർ പാത്വേ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞൊരു കൺഫ്യൂസിങ് തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ പെട്ടെന്ന് അപ്പുറത്ത് മിററാണ് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പം അത് ആണോ എന്നൊന്നും മനസ്സിലാവില്ല. കുറേ ചിരിച്ചിട്ടോടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പുറത്തും കുറേ എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് റോക്കിൽ കയറുക, നമ്മൾ വെയിറ്റ് ഇങ്ങനെ നോക്കുക. പിന്നെ വെയിറ്റ് പൊന്തിക്കുന്ന വേറെയും കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് വെയിറ്റ് കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ട്. എനിക്കും ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു, ഞാനും ചെയ്ത് നോക്കിയിരുന്നു. ചിലതൊന്നും എനിക്ക് പൊന്തൊന്നും കൂടി ഉണ്ടായില്ല കേട്ടോ. പിന്നെ റാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നെയും കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. മാക്സിമം എന്തൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3D ഷോ കൂടി ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗോവ ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചിട്ട് നേരെ 3D ഷോക്ക് കയറി കേട്ടോ. 3D ഷോ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് അബൌട്ട് യൂണിവേഴ്സ്, സ്റ്റാർ, സ്പേസ്, ഇതൊക്കെ പാടെ ഇൻക്ലൂഡ് ആയിട്ട് ഒരു മൈൻഡ് ബ്ലോയിങ് സംഭവം തന്നെയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാനറ്റോറിയം ഷോക്ക് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇറ്റ്സ് ഫീൽ ലൈക്ക് എ റിയൽ ജേർണി ത്രൂ ദ ഗാലക്സി ത്രൂ കൂടെ ഒരു വലിയ ജേർണി തന്നെ പറയാം. അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷോയിൽ കൂടെ കുറേ സ്റ്റാർസിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടോ. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ SMക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു ലിറ്റിൽ ബിറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. ബീച്ചിൽ പിന്നെ അറിയാമല്ലോ, നല്ല ആ ഒരു വിൻഡൊക്കെ കൊണ്ട് നല്ല മൈൻഡ് നല്ല കാമായിട്ട് കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞിട്ട് നല്ലൊരു ചായ കുടിച്ച് അതിൻ്റെ കൂടെ കുറേ കടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ വിചാരിച്ചു ലൈക്ക് കാലിക്കറ്റ് വന്ന ആൾക്കാർ ഒരിക്കലും പാരഗണിത്തെ ബിരിയാണി മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫൈനലി ഞങ്ങൾ നേരെ പാരഗൺ ഹോട്ടലിൽ പോയിട്ട് നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് സ്പൈസി ചിക്കൻ വിത്ത് സോഫ്റ്റ് റൈസ്, നല്ല സാറ്റിസ്ഫിക്കേഷൻ ആയിരുന്നു. അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഡിന്നറും കഴിച്ചിട്ട് അവർ തിരിച്ച് തന്നെ ഹോസ്റ്റലിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോയിട്ടോ. സങ്കടം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ബട്ട് ഐ എം സോ ഹാപ്പി വി ക്രിയേറ്റഡ് ദിസ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ടുഗെദർ. ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ആണ്.
So here it is. This is the video. If you like this video, don't forget to like, comment and subscribe my channel. ആഷിക് റീൽസിൽ കൂടെ കൂടുതൽ റിയൽ ആൻഡ് റോ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ stay tuned for my next video. Bye.